സർവരാജ്യ അടുക്കള തൊഴിലാളികളെ, നിങ്ങളെ ബഹുമാനിക്കാത്ത, സ്നേഹിക്കാത്ത മുതലാളിമാർക്കിട്ട് പണി കൊടുക്കാൻ ഇതാ 100 പുതിയ ടെക്നിക്കുകൾ. ഇത് പ്രാവർത്തികമാക്കിയാൽ ഇവന്മാർ നിങ്ങളുടെ വഴിക്ക് വന്ന് നമസ്കരിച്ച് നിൽക്കും, കാലു പിടിക്കും, കരയും, ചിലപ്പോൾ അകാല ചരമം പ്രാപിക്കും. നമ്പർ 1. എന്തുവാടോ, ഏത് നേരം ഫോണിൽ കളിയാണോ? വേറെ പണിയൊന്നുമില്ല അതെനിക്കിവിടെ. ഇല്ല സാർ, ഞങ്ങൾ അടുക്കള തൊഴിലാളികളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നേ. എന്റെ വൈഫും കുട്ടികളും UK പോയതുകൊണ്ടാ തന്നെ ഇവിടെ പണിക്ക് വെച്ചത്. തനിക്കാണെങ്കിൽ ഒരു ചുക്കും അറിയത്തുമില്ല. ഇതിനേക്കാളും ഒരു ഹൗസ് ബെഡിനെ വെച്ചാൽ മതിയായിരുന്നു. നമ്മളെ ആണുങ്ങളല്ലേ വലിയ വലിയ സദ്യകൾക്കൊക്കെ അറമാദിക്കുന്നത്. സാർ ഈ നളപാചകം ഒന്ന് കേട്ടിട്ടുണ്ടോ? സാറേ, നമ്മുടെ അടുത്തൊരു പെണ്ണ് വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞാ നമ്മളവളെ ചെരുപ്പൂരി അടിക്കൂ, തെറി പറയൂ. ബസ്സിൽ നമ്മുടെ അടുത്ത് ഒരു പെണ്ണുമ്പിള്ള വന്നിരുന്ന നമ്മള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ? ഇല്ല. ഏതേലും തന്തപ്പടി മോനോട് അവന്റെ ഭാര്യയുടെ കുറ്റം പറയൂ. സീരിയലുകൾ കാരണം ക്രിക്കറ്റ് കളി കാണാൻ പറ്റാതെ പോയ ഹതഭാഗ്യന്മാർ. താൻ ആള് കൊള്ളാലോ. ഇതൊക്കെ എന്ത്? ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ടുകൾ. സാറ് കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളു. ഇവിടുത്തെ ഓരോ പണിയും കണ്ടറിഞ്ഞ് ചെയ്തോളണം. എനിക്കെപ്പോഴും തന്റെ പുറകെ നടക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ ഇവിടെ തനിക്കിട്ട് പണിയാൻ സമയം കിട്ടുന്നില്ല. പിന്നെ എന്തോന്ന്? അല്ല, പണിയെല്ലാം മുറക്കി ചെയ്തോളാന്ന് പറയായിരുന്നു സാറേ. മാം, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം. എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. ഡ്രഗ്സിന്റെ കച്ചവടം കൂടെ തുടങ്ങിയെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കും. അറിയാതെ ഒരു അബദ്ധത്തിൽ വന്ന് പെട്ട നിങ്ങളുടെ ഗ്യാങ്ങിൽ ഒന്ന് മനസമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? മിസ്റ്റർ അജിത്, ഐ ആം ടെല്ലിംഗ് യു സംതിങ് വെരി ഫ്രാങ്ക്ലി. നിനക്കെന്നെ വിട്ടു പോകണമെങ്കിൽ പൊക്കോളൂ. പിന്നീടുള്ള കോൺസിക്വൻസസ് നീ ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്ന് മാത്രം. അപ്പോൾ പിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. എനിക്കറിയാം, നിങ്ങൾ തന്നെ എന്നെ കൊലയ്ക്ക് കൊടുക്കും. നിങ്ങൾ എന്നെ കൊല്ലും. ഇപ്പൊ നിനക്കെല്ലാം അറിയാം. എന്നാ പിന്നെ വാ അടച്ച് പണിയെടുത്തോ. മായേച്ചി. ആ, നീയാ? മായേച്ചി, ഞാൻ വല്ലാത്തൊരു കെണിപ്പെട്ടിരിക്കുക. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നീ കാര്യം പറയടാ. ഓരോരോ വേണ്ടാദീനങ്ങൾ ഒപ്പിച്ചോണ്ട് വരും. ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? വല്ല പെമ്പിള്ളേരെ ലൈനടിക്കാൻ പോയി കാണുമല്ലേ? അതൊന്നും അല്ല ചേച്ചി. ഒരിക്കൽ എൻ്റെ ചങ്ക് ബ്രോ കാരണം ഞാനൊരു ഡ്രഗ് ഡീലറുമായിട്ട് പരിചയപ്പെട്ടു. ഇപ്പൊ അവരെന്നെ വിടാതെ പിടിച്ചേക്കുക. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടെന്ന്. എന്റെ ഭഗവാനെ, നീ ഇപ്പൊ ഡ്രഗ്സും തുടങ്ങിയോടാ? പരമദ്രോഹി. മോഹനേട്ടനെങ്ങനെ അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ അജി? ദേഷ്യം വരാൻ വേണ്ടി ഓരോ കാരണങ്ങൾ തേടി നടക്കുന്ന ആളാ. അറിയില്ലേ നിനക്കത്? എങ്ങനെയെങ്കിലും ഒന്ന് ഊരി വരാൻ നോക്ക്. എനിക്കാണെങ്കിൽ പഠിത്തത്തിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പോലീസ് അറിയിക്കാന്ന് വെച്ചാലോ, അവർക്ക് വലിയ ടീം അയച്ചി. നീ എന്റെ സ്വൈരവും കൂടി കളയാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ പോ, എനിക്കിവിടെ അല്പം സമാധാനം വേണം. തീരെ പറ്റിയില്ലെങ്കിൽ നീ തറവാട്ടി പോയി ഒളിച്ചിരുന്നോ, ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. മോൻ വരാറായി, അവനിതൊന്നും കാണണ്ട ജി. നീ പോ. ചേച്ചി അത്ര ചേച്ചി.
ഇതൊക്കെ എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ. കുറെ കളറൊക്കെ ഉണ്ട്. ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. ചുമ്മാ അല്ല പിള്ളേരൊക്കെ എപ്പോഴും വെച്ച് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാറായിരുന്നാ? ചന്ദ്രൻപിള്ള സാർ ഇവിടെ ഇല്ല സാറേ, അങ്ങ് പെരിയ വീട്ടിലാ. ഇത് ചിന്ന വീട്. സ്റ്റെപ്പ് അല്ല സെറ്റപ്പ്. സാർ ഇരിക്കണം. ചന്ദ്രൻപിള്ള വരുമെന്ന് പറഞ്ഞിരുന്നു, അതാ ഞാനിപ്പോ അങ്ങോട്ട് ആ ഓക്കെ സാറേ. എങ്കി ഇപ്പൊ വരുമായിരിക്കും. സാറിന് ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ, ഇപ്പൊ കൊണ്ടുവരാം. എനിക്ക് മധുരം വേണ്ടാന്നറിയാലോ. മധുരം ഇട്ടായിരുന്നോ? പിന്നെ എനിക്കറിയില്ലേ സാറിന് മധുരം വേണ്ടാന്ന്. ഉത്തമനോടാ കാര്യം. സാർ ചായ. തനിക്ക് വല്ല ഫോബിയുടെ അസുഖം വല്ലതുകൊണ്ടോ? താൻ ബാത്റൂം തുറന്നിട്ട് കുളിക്കുന്നു എന്നും പറഞ്ഞ് ചന്ദ്രൻപിള്ള അന്ന് തന്നെ വഴക്ക് പറയുന്നത് കേട്ടു. അത് സാറേ, ഞാൻ കുളിക്കുമ്പോ ആരോ ഒളിഞ്ഞു നോക്കുന്നോന്ന് എനിക്കൊരു സംശയം. എന്നാ പിന്നെ അവനെ അല്ലെങ്കിൽ അവളെ കയ്യോടെ പിടിക്കാമെന്ന് ഞാനും അങ്ങ് കരുതി. ഇവിടെ സ്ത്രീകളൊന്നും ഇല്ലാതിരുന്നത് തന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ചന്ദ്രൻപിള്ള തന്നെ അന്നേ പറഞ്ഞു വിട്ടേനെ. സ്ത്രീകളുണ്ടായിരുന്നെങ്കിൽ എന്തായാലും പറഞ്ഞായിരുന്നു. ഏയ്, ഞാൻ ഉത്തരവാദിത്തോടൊരു ജോലിക്കാരനാന്ന് പറയുമായിരുന്നു സാറേ. സാറിനറിയാവോ, വീടിനടുത്തൊരു ബാങ്കുണ്ട്. ഞാൻ സ്ഥിരമായി ബാങ്കിൽ പോയി രാത്രി വാച്ച്മാൻ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. താനാള് മിടുക്കനാണല്ലോ, പിന്നെന്താ നിർത്തി കളഞ്ഞ്? അപ്പോഴൊക്കെ ഞാൻ അവിടെ കൊണ്ടിട്ടിരുന്ന 500 രൂപ തിരിച്ചെടുത്ത്. പിന്നെന്തിന് സാറേ പോണത്? അയ്യേ, കഞ്ഞി. ചായ കുടിച്ച് കഴിഞ്ഞല്ലേ ഉള്ളൂ സാറേ, കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി എടുക്കാം. തന്റെ ഈ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞാനൊരു കമ്പനി തന്നതല്ലേ സാറേ. സാറിനറിയാവോ, കുക്കിങ്ങിൽ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പോയെന്നിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ അല്ലേ? സാറും ആള് മോശമല്ല. ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ സാർ. ആ ഇല്ലാതിരിക്കാൻ വഴിയില്ല, ഞാനല്ലേ തുപ്പിയത്. ആ സാറേ, ആർക്കും ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. സാറിന് അറിയണോ, ഞാൻ ഇന്നലെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ കയറി ചെന്നു. അവിടെ കയറി ചെന്നപ്പോ അവരെന്റെ മുഖത്ത് നോക്കി പറയുക, ഇവിടെ ഡീസലും കരിയോയിലൊന്നും എടുക്കത്തില്ല. അത് സ്വാഭാവികം. താൻ എന്താടോ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു. കിട്ടിപ്പോയി. ചൈനയിലെ പല ഗ്രാമാന്തരങ്ങളിൽ പരമ്പരാഗതമായി കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ വിഭവമുണ്ട്. ചിക്കൻ ഉണക്കി പൊടിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ സമൂഹത്തിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ട കാലഘട്ടമാണിത്. അഴിമതി ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിനു വേണ്ടി നമ്മുടെ ഗവൺമെൻറ് എടുത്ത നടപടികൾ ശ്ലാഘനീയമാണ്. എല്ലാം പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം പരിപാടികൾക്ക് സമൂഹത്തിൻ്റെ ആത്മാർത്ഥമായ സഹകരണം ആവശ്യമാണ്. സമൂഹത്തിലെ ഓരോ പൗരനും അഴിമതിക്കെതിരെ പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണിത്. ഒരു സ്വകാര്യ കോളേജിൽ എൻ്റെ അഡ്മിഷന് വേണ്ടി എൻ്റെ അച്ഛനോട് ഒരുപാട് തുക ഡൊണേഷൻ ചോദിച്ചു. ആദർശധീരനായ അച്ഛൻ അതിന് വഴങ്ങിയില്ല. പിന്നീട് എനിക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കേണ്ടി വന്നു. അവിടെ മുതലാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പൊതുജീവിതത്തിൽ പുലർത്തേണ്ട എല്ലാ നന്മകളും എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. ആ വലിയ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.